ഹായ് നമസ്കാരം. ഈസി ടിപ്സ് ഫോർ PSCയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് IT ആക്ട് ആൻഡ് സൈബർ ലോയിൽ നിന്നും തിരഞ്ഞെടുത്ത 50 PYQ ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. PYQ വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ആണ് കേട്ടോ. വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, SI പോലുള്ള ഡിഗ്രി ലെവൽ എക്സാമുകൾക്കും +2 ലെവൽ എക്സാമുകൾക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഹോട്ട് ടോപ്പിക് ആണ് ഏത് IT ആക്ട് ആൻഡ് സൈബർ ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ടോപ്പിക്ക് അത്രമാത്രം പ്രാധാന്യത്തോടു കൂടി തന്നെ കണ്ടു പഠിക്കുകയാണ് വേണ്ടത് അല്ലേ? അങ്ങനെ പഠിക്കുകയാണെങ്കിൽ നമ്മൾക്ക് 5-ൽ 5 മാർക്ക് അല്ലേ? IT ആൻഡ് സൈബർ ലോയ്ക്ക് എത്രയാണ്? 5 മാർക്കിനാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ 5-ൽ 5 മാർക്ക് ഈസി ആയിട്ട് നേടിയെടുക്കാൻ നമുക്ക് കഴിയും. ഓക്കെ, അപ്പോൾ നമുക്ക് അധികം വൈകാതെ തന്നെ ക്ലാസ് ആരംഭിക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. സെക്കൻഡറി മെമ്മറിക്ക് ഉദാഹരണം എന്താണ്? ഓപ്ഷൻ ബി ഹാർഡ് ഡിസ്ക് ആണ്. PSC ഒരുപാട് തവണ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. മാത്രമല്ല ഏറ്റവും ബേസിക്കായി മെമ്മറിയെക്കുറിച്ച് പഠിക്കുന്നതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പോയിന്റ് കൂടിയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ആദ്യം നമുക്ക് മെമ്മറിയെ പറ്റി നോക്കാം. മെമ്മറി എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മെമ്മറി ഡിവൈസ് കമ്പ്യൂട്ടറുകളിൽ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഡാറ്റാസ്, നമ്മൾ കൊടുത്ത ഡാറ്റാസ് ഇൻപുട്ടായാലും ഔട്ട്പുട്ടായിട്ടും നമുക്ക് ഇങ്ങോട്ട് ലഭിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ? സേവ് ചെയ്യാൻ അല്ലേ? സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് മെമ്മറി ഡിവൈസ് ഉപയോഗിക്കുന്നത്. അതെ, ഈ കമ്പ്യൂട്ടറിനകത്ത് 2 ടൈപ്പ് മെമ്മറീസ് ആണുള്ളത്. ഒന്ന് പ്രൈമറി മെമ്മറിയും രണ്ടാമത് സെക്കൻഡറി മെമ്മറിയുമാണ് കേട്ടോ. അങ്ങനെ 2 ടൈപ്പ് മെമ്മറീസ് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള മെമ്മറിയാണ് ഇത് പ്രൈമറി മെമ്മറി. ആ പ്രൈമറി മെമ്മറിക്ക് ഏറ്റവും ഉദാഹരണമാണ് റാം, റോം ഒക്കെ കേട്ടോ. റാം റാൻഡം ആക്സസ് മെമ്മറി, റോം റീഡ് ഓൺലി മെമ്മറി. ഇത് രണ്ടും എന്താണ്? പ്രൈമറി മെമ്മറി ആയിട്ട് നമുക്ക് അറിയണം. ഓക്കെ, അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് എന്താണ്? സെക്കൻഡറി മെമ്മറിയാണ് അല്ലേ? സെക്കൻഡറി മെമ്മറി എന്ന് വെച്ചാൽ എന്താണ്? കമ്പ്യൂട്ടറിന് പുറത്ത് വിവരങ്ങൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നവയാണ് സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത്. ഉദാഹരണം എന്തൊക്കെയാണ്? ഫ്ലോപ്പി ഡിസ്ക്, ഹാർഡ് ഡിസ്ക്, കോമ്പാക്ട് ഡിസ്ക്, CD ഇല്ലേ അത്, പിന്നെയോ പെൻ ഡ്രൈവ്, ഇതെല്ലാം എന്താണ്? സെക്കൻഡറി മെമ്മറിക്ക് ഉദാഹരണമാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 3ഉം 4ഉം ആണ് ആൻസർ വരുന്നത്. 3ഉം 4ൽ എന്താണ്? എക്സലും ജിംബും ആണ് കേട്ടോ. എക്സലും ജിംബും എന്തിന് ഉദാഹരണമാണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ്. ബാക്കി രണ്ടും ഓപ്ഷൻ നോക്കൂ. വിൻഡോസും ലിനക്സും ഇതെന്തിന് ഉദാഹരണമാണ്? സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ് കേട്ടോ. സോഫ്റ്റ്വെയർ 2 തരത്തിലുണ്ട് കേട്ടോ. ഒന്ന് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും ഒന്ന് സിസ്റ്റം സോഫ്റ്റ്വെയറും ആണ്. അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും സിസ്റ്റം സോഫ്റ്റ്വെയറും ഒക്കെ എന്താണെന്ന് നോക്കാം. അതിന് മുന്നേ സോഫ്റ്റ്വെയർ എന്താണെന്ന് അറിയണ്ടേ? എന്താ സോഫ്റ്റ്വെയർ? ഏതെങ്കിലും ജോലി ചെയ്യുവാനായി കമ്പ്യൂട്ടറിന് നൽകുന്ന ഇലക്ട്രോണിക് നിർദ്ദേശങ്ങളായി ആണ് എന്ത് പറയുന്നത്? സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. എന്താണ്? ഏതെങ്കിലും ജോലി ചെയ്യുവാനായി കമ്പ്യൂട്ടറിന് നൽകുന്ന ഇലക്ട്രോണിക് നിർദ്ദേശങ്ങളെയാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ എന്ത് പറയാം? ഹാർഡ്വെയറുകളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുവാനും ഏകോപിപ്പിക്കുവാനും ഉപയോഗിക്കുന്ന ഒരു കൂട്ടം പ്രോഗ്രാമുകളെയാണ് എന്ത് പറയാം? സോഫ്റ്റ്വെയർ എന്ന് പറയാം. ഓക്കെ, സോഫ്റ്റ്വെയർ പ്രധാനമായും എത്രയുണ്ട്? 2 ടൈപ്പാണ് അല്ലേ? സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അങ്ങനെ 2 ടൈപ്പ് സോഫ്റ്റ്വെയർ ഉണ്ട്. സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഇതിനകത്ത് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താണ്? കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന സോഫ്റ്റ്വെയറിനെയാണ് എന്ത് പറയുന്നത്? സിസ്റ്റം സോഫ്റ്റ്വെയർ. അഥവാ യൂസറിനെയും കമ്പ്യൂട്ടറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനാണ് എന്ത് പറയുക? സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് കേട്ടോ. ഇതിന് ഉദാഹരണം എന്തൊക്കെയാണ്? സിസ്റ്റം സോഫ്റ്റ്വെയറുകൾക്ക് ഉദാഹരണം എന്തൊക്കെയാണ്? വിൻഡോസ്, ലിനക്സ്, മാക്കിൻഡോസ്. ഓക്കെ, വിൻഡോസ്, ലിനക്സ്, മാക്കിൻഡോസ് ഇതെല്ലാം എന്തിന് ഉദാഹരണമാണ്? സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ്. അടുത്തത് നമുക്ക് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്താണെന്ന് നോക്കാം. യൂസർ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കുന്ന പ്രോഗ്രാമുകളെയാണ് എന്ത് പറയുന്നത്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് കേട്ടോ. യൂസർ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കുന്ന പ്രോഗ്രാമുകളെയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. പ്രധാന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളാണ് MS ഓഫീസ്, ടാലി, ഫോട്ടോഷോപ്പ്, MS വേർഡ്. ഓക്കെ, MS വേർഡ്, MS ഓഫീസ്, ടാലി, ഫോട്ടോഷോപ്പ് ഇതെല്ലാം എന്തിന് ഉദാഹരണമാണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ്. ഓക്കെ, നിശ്ചിത മാധ്യമത്തിലൂടെ നിശ്ചിത സമയത്തെ കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന
പരമാവധി ഡാറ്റയുടെ അളവിനെ ഡാഷ് എന്ന് പറയുന്നു. ഓപ്ഷൻ സി ബാൻഡ് വിഡ്ത്ത് ആണ് അറിയപ്പെടുന്നത് കേട്ടോ. നിശ്ചിത മാധ്യമത്തിലൂടെ നിശ്ചിത സമയത്ത് കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന പരമാവധി ഡാറ്റയുടെ അളവിനെ എന്തു പറയുന്നു? ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നു. ഇനി ഈ ബാൻഡ് വിഡ്ത്ത് അളക്കുന്നത് അതിൻ്റെ യൂണിറ്റ് എങ്ങനെയാ പറയുക? ബിറ്റ്സ് പെർ സെക്കൻഡിലാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ പറയുന്നവയിൽ സെർച്ച് എൻജിൻ ഏത്? ഓപ്ഷൻ എ ഗൂഗിൾ ആണ് സെർച്ച് എൻജിന് ഉദാഹരണം. ഗൂഗിൾ അല്ലാതെ മറ്റു സെർച്ച് എൻജിനുകളാണ് യാഹൂ, ബിങ്, അസ്ക്, വൗ, ഡക്ക്, ഗോ, അൾട്ടാറിസ്റ്റ. ഇതെല്ലാം എന്തിന് ഉദാഹരണമാണ്? സെർച്ച് എൻജിന് ഉദാഹരണമാണ്. ഒന്നുകൂടെ പറയാം. ഗൂഗിൾ, യാഹൂ, ബിങ്, അസ്ക്, വൗ, അൾട്ടാറിസ്റ്റ, ഡക്ക്, ഗോ. ഇതെല്ലാം എന്തിന് ഉദാഹരണമാണ്? സെർച്ച് എൻജിന് ഉദാഹരണമാണ് കേട്ടോ. ഈ സെർച്ച് എൻജിൻ പറഞ്ഞാൽ എന്താ? വേൾഡ് വൈഡ് വെബിൽ നിന്നും ഏതെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും വിവരങ്ങൾ സെർച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളെയാണ് സെർച്ച് എൻജിനുകൾ എന്ന് പറയുന്നത്. എന്താണ്? വേൾഡ് വൈഡ് വെബിൽ നിന്നും എന്തെങ്കിലും വിവരങ്ങൾ സെർച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളെയാണ് സെർച്ച് എൻജിൻ എന്ന് പറയാം. ലോകത്തിലെ തന്നെ ആദ്യത്തെ വെബ് ബ്രൗസറാണ് വേൾഡ് വൈഡ് വെബ് കേട്ടോ, അല്ലെങ്കിൽ നെക്സസ് എന്ന് പറയുന്നത്. ലോകത്തിലെ ആദ്യത്തെ വെബ് ബ്രൗസറാണ് എന്ത്? വേൾഡ് വൈഡ് വെബ് ആണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ഏതാണ്? ഗൂഗിൾ ക്രോം ആണ്. ഒരുപാട് തവണ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ഏതാണെന്ന് ചോദിച്ചാൽ ഗൂഗിൾ ക്രോം ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഐഡൻറ്റിറ്റി മോഷണം നടക്കുന്നത് തടയുന്ന IT ആക്ട് ഏത്? ഓപ്ഷൻ സി IT ആക്ട് 66C ആണ് കേട്ടോ. ഐഡൻറ്റിറ്റി മോഷണം നടക്കുന്നത് തടയുന്ന IT ആക്ട് ഏതാണെന്ന് ചോദിച്ചാൽ IT ആക്ട് 66C വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മിക്ക എക്സാമിനും IT സെക്ഷനെ കുറിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് IT സെക്ഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. IT ആക്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. IT ആക്ട് സെക്ഷൻ 66D എന്തിനെ സൂചിപ്പിക്കുന്നു അല്ലെങ്കിൽ എന്താ വിശദീകരിക്കുന്നത്? കമ്പ്യൂട്ടർ വിഭവങ്ങൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തി വഞ്ചിക്കുക. എന്താണ്? കമ്പ്യൂട്ടർ വിഭവങ്ങൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തി വഞ്ചിക്കുക എന്നത് ഏത് സെക്ഷനിലാണ് പെടുന്നത്? IT ആക്ട് സെക്ഷൻ 66Dയിലാണ് പെടുന്നത്. ഓക്കെ, IT ആക്ട് സെക്ഷൻ 66E എന്തിനെ സൂചിപ്പിക്കുന്നു? സ്വകാര്യത ലംഘനം കേട്ടോ. IT ആക്ട് സെക്ഷൻ 66E എന്താണ് വിശദീകരിക്കുന്നത്? സ്വകാര്യത ലംഘനത്തെ. IT ആക്ട് സെക്ഷൻ 66F എന്താ വിശദീകരിക്കുന്നത്? സൈബർ ഭീകരതയെക്കുറിച്ചാണ് കേട്ടോ. IT ആക്ട് സെക്ഷൻ 66F എന്താണ്? സൈബർ ഭീകരതയെക്കുറിച്ചാണ് പറയുന്നത്. IT ആക്ട് സെക്ഷൻ 67 എന്തിനെക്കുറിച്ച് വിശദീകരിക്കുന്നു? ഇലക്ട്രോണിക് രീതിയിൽ അശ്ലീലം പ്രചരിപ്പിക്കൽ ആണ് IT ആക്ട് സെക്ഷൻ 67. ഓക്കെ, IT ആക്ട് സെക്ഷൻ 67A എന്തിനെ സൂചിപ്പിക്കുന്നു? ഇലക്ട്രോണിക് രീതിയിൽ ലൈംഗിക അതിക്രമം പ്രചരിപ്പിക്കലാണ് കേട്ടോ. ഇലക്ട്രോണിക് രീതിയിൽ ലൈംഗിക അതിക്രമം പ്രചരിപ്പിക്കൽ ഏത് IT ആക്ട് പ്രകാരമാണ്? IT ആക്ട് സെക്ഷൻ 67A ആണ്. IT ആക്ട് സെക്ഷൻ 67B എന്തിനെക്കുറിച്ച് പറയുന്നു? ഇലക്ട്രോണിക് രീതിയിൽ കുട്ടികൾക്കെതിരെ ഉള്ള ലൈംഗിക അതിക്രമം പ്രചരിപ്പിക്കലാണ് കേട്ടോ. ഇലക്ട്രോണിക് രീതിയിൽ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം പ്രചരിപ്പിക്കൽ ഏത് സെക്ഷനിലാണ് പെടുന്നത്? IT ആക്ട് സെക്ഷൻ 67Bയിലാണ് പെടുന്നത്. ഓക്കെ, നെക്സ്റ്റിലേക്ക് പോകാം. ഇതിനകത്ത് ക്വസ്റ്റ്യൻസിൻ്റെ നമ്പർ ഓർഡറിലല്ല കൊടുത്തിരിക്കുന്നത്. ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ നമ്പറിനെ അനുസരിച്ചിട്ടാണ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണെന്ന് നോക്കാം. താഴെ പറയുന്നതിൽ വെബ് ബ്രൗസർ അല്ലാത്തത് ഏത്? ഇതിനകത്ത് വെബ് ബ്രൗസർ അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ഡ്രീം വീവർ ആണ് വെബ് ബ്രൗസർ അല്ലാത്തത്. ബാക്കിയെല്ലാം എന്താണ്? വെബ് ബ്രൗസർ ആണ് കേട്ടോ. വെബ് ബ്രൗസേഴ്സ് ആണ്. ഓപ്പേറ, മൈക്രോസോഫ്റ്റ് എഡ്ജ്, ആപ്പിൾ സഫാരി, ഇതെല്ലാം എന്താണ്? വെബ് ബ്രൗസറാണ് കേട്ടോ. എന്താണ് വെബ് ബ്രൗസർ അല്ലെങ്കിൽ ബ്രൗസർ എന്ന് പറയുന്നത്? ഒരു വെബ് പേജിൽ നിന്നും വിവരങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് ലഭ്യമാക്കി തരുന്ന സോഫ്റ്റ്വെയറിനെയാണ് എന്ന് പറയുന്നത് ബ്രൗസർ എന്ന് പറയുന്നത്. എന്നാൽ ഒരു ഡാറ്റാബേസിൽ നിന്നോ നെറ്റ്വർക്കിൽ നിന്നോ ഡാറ്റ സെർച്ച് ചെയ്യുന്ന പ്രക്രിയയാണ് ബ്രൗസിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഡാറ്റ സെർച്ച് ചെയ്യുന്ന പ്രക്രിയ എന്ന് പറയാം ബ്രൗസിംഗ് എന്നും. ഒരു വെബ് പേജിൽ നിന്നും വിവരങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് ലഭ്യമാക്കി തരുന്ന സോഫ്റ്റ്വെയറിനെ എന്ന് പറയുന്നു? ബ്രൗസർ എന്ന് പറയുന്നു. ഓക്കെ,
ഇന്ത്യയിൽ ആദ്യം വികസിപ്പിച്ചെടുത്ത വെബ് ബ്രൗസർ ഏതാണ്? എപ്പിക് ആണ് കേട്ടോ. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ആദ്യ വെബ് ബ്രൗസർ ഏതാണ്? എപ്പിക്. ഏറ്റവും വേഗതയേറിയ വെബ് ബ്രൗസർ ഏതാണ്? സഫാരി. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഏറ്റവും വേഗതയേറിയ വെബ് ബ്രൗസർ ഏതാണ്? സഫാരിയാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി പ്ലോട്ടർ. പ്ലോട്ടർ എന്താണ്? ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ബാക്കിയെല്ലാം എന്താണ്? സ്കാനറും ബാർകോഡ് റീഡർ, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ, OMR അല്ലേ? ഇതെല്ലാം എന്താണ്? ഇൻപുട്ട് ഡിവൈസ് ആണ്. അപ്പോൾ നമുക്ക് ഇൻപുട്ട് ഡിവൈസ് ഏതൊക്കെയാണ്, ഔട്ട്പുട്ട് ഡിവൈസ് ഏതൊക്കെയാണെന്നെല്ലാം വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം അല്ലേ? പ്രധാന ഇൻപുട്ട് ഡിവൈസ് ഏതൊക്കെയാണ്? കീബോർഡ് ഉണ്ട്, മൗസ് ഉണ്ട്, മൗസിൻ്റെ അതേപോലെ തന്നെയാണ് ജോയ്സ്റ്റിക്ക് അല്ലേ? പിന്നെ സ്കാനർ, ട്രാക്ക് ബാൾ, പിന്നെയോ ബാർകോഡ് റീഡർ, OMR, മൈക്രോഫോൺ, ഇതെല്ലാം എന്താണ്? ഇൻപുട്ട് ഡിവൈസ് ആണ് കേട്ടോ. ഇൻപുട്ട് ഡിവൈസ് ഏതൊക്കെയാണ്? കീബോർഡ്, മൗസ്, ജോയ്സ്റ്റിക്ക്, സ്കാനർ, ട്രാക്ക് ബാൾ, പിന്നെയോ ബാർകോഡ് റീഡർ, OMR, മൈക്രോഫോൺ, ഇതെല്ലാം എന്താണ്? ഇൻപുട്ട് ഡിവൈസ് ആണ്. ഇനി നമുക്ക് ഔട്ട്പുട്ട് ഡിവൈസ് ഏതൊക്കെയാണെന്ന് നോക്കാം. മോണിറ്റർ ഉണ്ട്, പോയിൻ്റർ ഉണ്ട്, പ്ലോട്ടർ, പ്രൊജക്ടർ, സ്പീക്കർ, ഹെഡ്ഫോൺ, GPS, ഇതെല്ലാം എന്താണ്? ഔട്ട്പുട്ട് ഡിവൈസിന് ഉദാഹരണങ്ങളാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. പാസ്വേഡ് വിവരങ്ങൾ, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ തുടങ്ങിയ അതീവ സുരക്ഷാ വ്യക്തിഗത വിവരങ്ങൾ വ്യാജമാർഗത്തിലൂടെ വ്യക്തികളെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുന്ന ഒരു തരം തട്ടിപ്പിനെ എന്താ പറയുന്നത്? ഓപ്ഷൻ എ ഫിഷിംഗ് ആണ് കേട്ടോ. നമുക്ക് ഇപ്പോൾ ഫിഷിംഗ്, മീൻപിടുത്തം പോലെ തന്നെയാണ് അല്ലേ? ഇര കൊടുത്ത മീനിനെ പിടിക്കുന്ന പോലെ അല്ലേ? ഇര എന്താണ്? മീനിൻ്റെ ഭക്ഷണമാണെന്ന് പറഞ്ഞിട്ട് ഇരയിൽ വന്ന് മീൻ കൊത്തും, അത് നമ്മൾ പിടിച്ചെടുക്കും. അതുപോലെ തന്നെയാണ് പാസ്വേഡ് വിവരങ്ങൾ, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ തുടങ്ങിയ അതീവ സുരക്ഷാ വ്യക്തിഗത വിവരങ്ങൾ വ്യാജമാർഗത്തിലൂടെ വ്യക്തികളെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുന്ന ഒരു തരം തട്ടിപ്പിനെയാണ് എന്ത് പറയുക? ഫിഷിംഗ് എന്ന് പറയാം. ഓക്കെ. എന്നാൽ മറ്റൊരാളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ അനധികൃതമായി രേഖകളും വിവരങ്ങളും നശിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയെ എന്താ പറയുക? ക്രാക്കിംഗ് എന്ന് പറയും കേട്ടോ. എന്താ ക്രാക്കിംഗ്? മറ്റൊരാളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ അനധികൃതമായി രേഖകളും വിവരങ്ങളും നശിപ്പിക്കുന്ന പ്രവൃത്തിയെയാണ് ക്രാക്കിംഗ് എന്ന് പറയുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഓക്കെ. ഒരു മുറിക്കുള്ളിലെ കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സംവിധാനമാണ് എന്ത് പറയുന്നത്? ഒരു മുറിക്കുള്ളിലെ കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സംവിധാനത്തെ എന്താ പറയുക? ഓപ്ഷൻ ബി ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് അഥവാ LAN നെറ്റ്വർക്ക് അല്ലേ? എന്താണ്? LAN, ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ് ഒരു മുറിക്കുള്ളിലെ കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സംവിധാനത്തെയാണ് LAN നെറ്റ്വർക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഇതിനകത്ത് LAN, WAN, MAN ഒക്കെ ഉണ്ട് അല്ലേ? അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ LAN നെറ്റ്വർക്ക് എന്താണെന്ന് മനസ്സിലായി അല്ലേ? ഇനി അടുത്തത് MAN എന്താണെന്ന് നോക്കാം അല്ലേ? MAN, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. എന്താണ്? ഒരു കൂട്ടം LANകൾ ചേർന്നതോ ഒരു സിറ്റിയെയോ ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്കിനെയാണ് MAN അഥവാ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. എന്താ? ഒരു കൂട്ടം LANകൾ ചേർന്നതോ ഒരു സിറ്റിയെയോ ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്കിനെയാണ് MAN അഥവാ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതേസമയത്ത് WAN എന്താ? വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഒരു രാജ്യം മുഴുവനായോ അല്ലെങ്കിൽ ഒരു വൻ ബഹുരാഷ്ട്ര സ്ഥാപനങ്ങളുടെ സൈറ്റുകൾ ഉൾപ്പെടെയോ ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്കിനെയാണ് WAN അഥവാ വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഒരു രാജ്യം മുഴുവനായോ അല്ലെങ്കിൽ വൻ ബഹുരാഷ്ട്ര സ്ഥാപനങ്ങളുടെ സൈറ്റുകൾ ഉൾപ്പെടെയോ ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്കിനെയാണ് WAN വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ. കമ്പ്യൂട്ടറിൻ്റെ വിവിധ ഭാഗങ്ങൾ തമ്മിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയറാണ് ഓപ്ഷൻ സി ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. കമ്പ്യൂട്ടറിൻ്റെ വിവിധ ഭാഗങ്ങൾ തമ്മിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയറിനെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. സഞ്ജയ എന്ന വെബ് ആപ്ലിക്കേഷനിലൂടെ ലഭിക്കുന്ന ഓൺലൈൻ സേവനം ഏതാണ്? ഓപ്ഷൻ ബി കെട്ടിട നികുതി അടയ്ക്കലാണ് സഞ്ജയ എന്ന വെബ്സൈറ്റ് ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാക്കുന്ന ഓൺലൈൻ സേവനം. അതുപോലെ തന്നെയാണ് KECBയുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഏതാണ്? ഒരുമ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കേട്ടോ. KECBയുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഒരുമ എന്ന പേരിലാണ്. പിന്നെയോ
കേരള സർക്കാർ ആരംഭിച്ച കമ്പ്യൂട്ടർ സാക്ഷരതാ പ്രോഗ്രാം എന്താണ്? അക്ഷയ അല്ലേ? കേരള സർക്കാർ ആരംഭിച്ച കമ്പ്യൂട്ടർ സാക്ഷരതാ പ്രോഗ്രാമാണ് അക്ഷയ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ വ്യത്യസ്തമായത് കണ്ടെത്തുക. ഓപ്ഷൻ ഡി ബ്ലൂ-റേ DVD ആണ് കേട്ടോ. ബ്ലൂ-റേ DVD ആണ് ഇതിൽ നിന്നും വ്യത്യസ്തമായത്. ബാക്കി മൂന്നെണ്ണം എന്താ? പ്രാഥമിക മെമ്മറിയാണ് അല്ലേ? റീഡ് ഓൺലി മെമ്മറി, റാൻഡം ആക്സസ് മെമ്മറി, ക്യാഷ് മെമ്മറി. ഇത് മൂന്നും എന്താണ്? പ്രാഥമിക മെമ്മറീസ് ആണ്. ഓക്കെ. ഇന്ത്യൻ റെയിൽവേ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഏതിന് ഉദാഹരണമാണ്? ഓപ്ഷൻ സി വാൻ ആണ് കേട്ടോ. വൈൽഡ് ഏരിയ നെറ്റ്വർക്ക് ആണ് ഇന്ത്യൻ റെയിൽവേ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന് ഉദാഹരണം. ഓക്കെ. വൈൽഡ് ഏരിയ നെറ്റ്വർക്കിനെ മറ്റു ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ATM നെറ്റ്വർക്ക്, ബാങ്ക് നെറ്റ്വർക്ക്, ഗവൺമെൻറ്റിൻ്റെയും അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുടെയും നെറ്റ്വർക്കുകൾ. ഇതെല്ലാം എന്തിന് ഉദാഹരണമാണ്? വൈൽഡ് ഏരിയ നെറ്റ്വർക്ക്, വാനിന് ഉദാഹരണങ്ങളാണ് കേട്ടോ. നെക്സ്റ്റ്, വേൾഡ് വൈഡ് വെബിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഓപ്ഷൻ എ ടിംബർ നെയ്സ്ലി ആണ് വേൾഡ് വൈഡ് വെബിൻ്റെ ഉപജ്ഞാതാവ് കേട്ടോ. ഇൻ്റർനെറ്റിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ ഉപയോഗിച്ച് നൽകുന്ന ഒരു സേവനമാണ് എന്ത്? വേൾഡ് വൈഡ് വെബ്. ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? വാഷിങ്ടൺ DC-യിലാണ്. ഓക്കെ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഓഫീസ് പാക്കേജിൻ്റെ ഭാഗമായി വരുന്ന ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഏത്? ഓപ്ഷൻ ഡി മൈക്രോസോഫ്റ്റ് ആക്സസ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഓഫീസ് പാക്കേജിൻ്റെ ഭാഗമായി വരുന്ന ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഏത്? മൈക്രോസോഫ്റ്റ് ആക്സസ് ആണ് കേട്ടോ. മറ്റൊരാളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിൻ്റെ ഏത് സെക്ഷനിൽ പെടുന്നു? ഓപ്ഷൻ ബി സെക്ഷൻ 66E കേട്ടോ. മറ്റൊരാളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിൻ്റെ ഏത് സെക്ഷനിൽ പെടുകയാണ്? സെക്ഷൻ 66E കേട്ടോ. IT ആക്ടിലെ പ്രധാന സെക്ഷൻ ഇതിനു മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അത് നോക്കിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, ഇമ്പാക്റ്റ് പ്രിൻ്റർ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ ഡി ഡോട്ട് മാട്രിക്സ് പ്രിൻ്ററിലാണ് കേട്ടോ. ഈ ഇമ്പാക്റ്റ് പ്രിൻ്റർ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഡോട്ട് മാട്രിക്സ് പ്രിൻ്ററിലാണ് ഉൾപ്പെടുന്നത്. ഓക്കെ. ബാക്കി ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഇൻജെക്റ്റ് പ്രിൻ്റർ, ലേസർ പ്രിൻ്റർ, പ്ലോട്ടർ. ഇതെല്ലാം ഏതിൽ ഉൾപ്പെടുന്നു? നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. ആദ്യം നമുക്ക് പ്രിൻ്റർ എന്താണെന്ന് നോക്കാം. കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ പ്രിൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? പ്രിൻ്റർ എന്ന് പറയുന്നത്. ഈ പ്രിൻ്റർ എത്ര തരമുണ്ട്? 2 തരമുണ്ട്. ഒന്ന് ഇമ്പാക്റ്റ് പ്രിൻ്ററും 2 നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററുമാണ്. അതിൽ ഇമ്പാക്റ്റ് പ്രിൻ്ററിന് ഉദാഹരണമാണ് ലൈൻ പ്രിൻ്റർ, ഡോട്ട് മാട്രിക്സ് പ്രിൻ്റർ, ഡ്രം പ്രിൻ്റർ, ചെയിൻ പ്രിൻ്റർ, പിന്നെയോ ഡൈസി വീൽ പ്രിൻ്റർ. ഇതെല്ലാം എന്തിന് ഉദാഹരണമാണ്? ഇമ്പാക്റ്റ് പ്രിൻ്ററിന് ഉദാഹരണമാണ്. പിന്നെയോ നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററിന് ഉദാഹരണം എന്താ? ഇൻജെക്റ്റ് പ്രിൻ്റർ, ലേസർ പ്രിൻ്റർ. ഇതെല്ലാം എന്താണ്? നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററിന് ഉദാഹരണമാണ് കേട്ടോ. ഈ പ്രിൻ്റ് ചെയ്യപ്പെട്ട ഫയലുകൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഹാർഡ് കോപ്പി എന്ന പേരിലാണ് കേട്ടോ. പ്രിൻ്റ് ചെയ്യപ്പെട്ട ഫയലുകൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഹാർഡ് കോപ്പി എന്ന പേരിലാണ്. ഒരു ഫയലിൻ്റെ പ്രിൻ്റ് ചെയ്യാത്ത കോപ്പി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സോഫ്റ്റ് കോപ്പി എന്ന പേരിലും. ഓക്കെ. ഹാർഡ് കോപ്പി, സോഫ്റ്റ് കോപ്പി. ഇത് രണ്ടും എന്താണെന്ന് മനസ്സിലായല്ലോ. നെക്സ്റ്റ്, പ്രിൻ്ററുകൾ മുമ്പ് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? പഞ്ച് കാർഡ് എന്ന പേരിലാണ് കേട്ടോ. പ്രിൻ്ററുകൾ മുൻപ് ആദ്യകാലങ്ങളിൽ അറിയപ്പെടുന്നത് എന്താണ്? പഞ്ച് കാർഡ് എന്ന പേരിലാണ്. ഏറ്റവും വേഗത കൂടിയ പ്രിൻ്ററാണ് ലേസർ പ്രിൻ്റർ. ഓക്കെ. ഏറ്റവും വേഗത കൂടിയ പ്രിൻ്ററാണ് ലേസർ പ്രിൻ്റർ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സമൂഹ മാധ്യമ ഒപ്റ്റിമൈസേഷൻ എന്നാൽ എന്ത്? ആൻസർ ഓപ്ഷൻ ബി സോഷ്യൽ നെറ്റ്വർക്ക് വഴി വളരെ വേഗം പ്രചാരം നൽകുന്ന വിധമുള്ള ഉള്ളടക്കം നിർമ്മിക്കുക. എന്താണ്? സോഷ്യൽ നെറ്റ്വർക്ക് വഴി വളരെ വേഗം പ്രചാരം നൽകുന്ന വിധമുള്ള ഉള്ളടക്കം നിർമ്മിക്കുകയാണ് എന്ന ഉദ്ദേശത്തോടെ ഉള്ളതാണ് സമൂഹ മാധ്യമ ഒപ്റ്റിമൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിഫോ ഷെഡ്യൂളിംഗ് എന്നാൽ എന്ത്? FIFO ഫിഫോ ഷെഡ്യൂളിംഗ് എന്നാൽ എന്താണ്? ഓപ്ഷൻ ബി നോൺ പ്രീ എംപ്റ്റീവ് ഷെഡ്യൂളിംഗ് എന്നാണ് കേട്ടോ. ഫിഫോ ഷെഡ്യൂളിംഗ് എന്നാൽ എന്താണ്? നോൺ പ്രീ എംപ്റ്റീവ് ഷെഡ്യൂളിംഗ് എന്നാണ്. FIFOൻ്റെ ഫുൾ ഫോം എന്താ? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഷെഡ്യൂളിംഗ് എന്നാണ് കേട്ടോ. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഷെഡ്യൂളിംഗ് എന്നാണ് ഫിഫോയുടെ ഫുൾ നെയിം. ഓക്കെ.
വ്യത്യസ്തങ്ങളായ പ്രോട്ടോകോൾ ഉപയോഗിക്കുന്ന ഡിവൈസുകളെ ബന്ധിപ്പിക്കുന്ന ഉപകരണമാണ് എന്ത്? ഓപ്ഷൻ സി ഗേറ്റ് വേ ആണ് കേട്ടോ. ഗേറ്റ് വേ എന്നാൽ എന്താണ്? വ്യത്യസ്തങ്ങളായ പ്രോട്ടോകോൾ ഉപയോഗിക്കുന്ന ഡിവൈസുകളെ ബന്ധിപ്പിക്കുന്ന ഉപകരണമാണ് ഗേറ്റ് വേ എന്ന് പറയുന്നത്. എന്നാൽ അതിലെ സ്വിച്ച് എന്താണ്? ഒന്നിലധികം കമ്പ്യൂട്ടറുകളെ ഒരു ലാനിനുള്ളിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്വിച്ച് എന്ന് പറയുന്നത്. ഒരു നെറ്റ്വർക്കിലെ എല്ലാ കേബിളുകളും ഒന്നിക്കുന്ന കേന്ദ്രസ്ഥാനത്തെയാണ് ഹബ്ബ് എന്ന് പറയുന്നത്. നമുക്കറിയാലോ ഹബ്ബ് എല്ലാം ഒരിടത്ത് തന്നെ ഉണ്ടാകില്ലേ, അതുപോലെയാണ് ഒരു നെറ്റ്വർക്കിലെ എല്ലാ കേബിളുകളും ഒന്നിക്കുന്ന കേന്ദ്രസ്ഥാനമാണ് ഹബ്ബ്. ഓക്കെ. നെറ്റ്വർക്കുകളെ ഒരു ലോജിക്കൽ നെറ്റ്വർക്കുമായി ബന്ധിപ്പിക്കുന്ന ഉപകരണമാണ് ബ്രിഡ്ജ്. നെറ്റ്വർക്കുകളെ ഒരു ലോജിക്കൽ നെറ്റ്വർക്കുമായി ബന്ധിപ്പിക്കുന്ന ഉപകരണമാണ് ബ്രിഡ്ജ് എന്ന് പറയും. ഏതെങ്കിലും ഒരു ഡിജിറ്റൽ ആസ്തിയോ വിവരമോ ചോർത്തുന്നത് IT ആക്ടിൻ്റെ ഏത് സെക്ഷനിലാണ് സൈബർ കുറ്റകൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ 65 സെക്ഷൻ 65 കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ഇത് IT അല്ല കേട്ടോ, എടുത്തപ്പോൾ അറിയാതെ വന്നാണ്, എന്തായാലും വായിക്കാം. ആഗോളതാപനം നിയന്ത്രിക്കുവാൻ ചെയ്യാവുന്നത് എന്താണ്? നമ്മൾ ആഗോളതാപനം നിയന്ത്രിക്കാൻ ചെയ്യേണ്ടത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. വനനശീകരണം കുറയ്ക്കുക, ജൈവ ഇന്ധന ഉപയോഗത്തിൻ്റെ കാര്യക്ഷമത കുറയ്ക്കുക. ഈ 2 കാര്യങ്ങളും ചെയ്യണം കേട്ടോ. അപ്പോൾ ടോപ്പിക് മാറിപ്പോയി എന്ന് വിചാരിക്കേണ്ട. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ആമസോൺ കിൻഡിൽ പോലെയുള്ള ബുക്ക് റീഡർമാർ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ. ഓപ്ഷൻ സി ഇങ്ക് ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ പറയാൻ. ആമസോൺ കിൻഡിൽ പോലുള്ള ബുക്ക് റീഡർമാർ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ എന്താ പറയുക? ഇങ്ക് എന്നാണ് കേട്ടോ. ഓപ്ഷൻ സി ഇങ്ക് ആണ്. ഇങ്ക് എന്താണെന്ന് മനസ്സിലായില്ലേ? ഇതുപോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബുക്ക്. എന്താണ് ബുക്ക്? പൂർണ്ണ ഇലക്ട്രോണിക് പുസ്തകത്തിൽ ഇലക്ട്രോണിക് ആയി വിതരണം ചെയ്യുന്നതിനും അച്ചടിച്ച പുസ്തകത്തിന് സമാനമായ രീതിയിൽ സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്നതിനും അനുയോജ്യമായ ഒരു വാചകവും ചിത്രങ്ങളും അടങ്ങിയ ഡിജിറ്റൽ ഫയലാണ് എന്ത്? ബുക്ക് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ പ്രവർത്തനമല്ല. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി പ്രോസസ്സർ മാനേജ്മെൻ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ്. ഡാഷ് ഉപകരണത്തിന് വാനിലേക്ക് ലാനിനെ ചേർക്കാൻ ആവും. ഓപ്ഷൻ ഡി ഗേറ്റ് വേ. ഗേറ്റ് വേക്കാണ് വാനിലേക്ക് ലാനിനെ ചേർക്കാൻ കഴിയുന്നത്. സാധാരണ ടെക്സ്റ്റ് കൂടാതെ മറ്റ് ഡോക്യുമെൻറ്റിലേക്കുള്ള ലിങ്കുകൾ അടങ്ങിയ ഒരു ഡോക്യുമെൻറ്റിനെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഓപ്ഷൻ എ ഹൈപ്പർ ടെക്സ്റ്റ് ആണ് കേട്ടോ. സാധാരണ ടെക്സ്റ്റ് കൂടാതെ മറ്റ് ഡോക്യുമെൻറ്റിലേക്കുള്ള ലിങ്കുകൾ അടങ്ങിയ ഒരു ഡോക്യുമെൻറ്റിനെ ഡാഷ് എന്ന് വിളിക്കുന്നു. എന്താ വിളിക്കുന്നത്? ഹൈപ്പർ ടെക്സ്റ്റ് എന്നാണ് കേട്ടോ. ഈ ഹൈപ്പർ ടെക്സ്റ്റ് എന്താണ്? WWWൻ്റെ അടിസ്ഥാന ആശയങ്ങളിലൊന്നാണ് ഹൈപ്പർ ടെക്സ്റ്റ്. ഓക്കെ. നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. ഒരു ഹാക്കർ ഉപയോക്താക്കളുടെ കമ്പ്യൂട്ടറുകളിലേക്കും അക്കൗണ്ടുകളിലേക്കും പ്രവേശനം നേടുന്നതിന് ക്ഷുദ്രകരമായ ലിങ്കുകൾ അയക്കുന്ന സൈബർ കുറ്റകൃത്യത്തെ എന്താണ് വിളിക്കുക? ഓപ്ഷൻ ഡി ഫിഷിംഗ് എന്നാണ് കേട്ടോ വിളിക്കുന്നത്. ഒരു ഹാക്കർ ഉപയോക്താക്കളുടെ കമ്പ്യൂട്ടറുകളിലേക്കും അക്കൗണ്ടുകളിലേക്കും പ്രവേശനം നേടുന്നതിന് ക്ഷുദ്രകരമായ ലിങ്കുകൾ അയക്കുന്ന സൈബർ കുറ്റകൃത്യത്തെ എന്താ പറയുക? ഫിഷിംഗ് എന്നാണ് കേട്ടോ വിളിക്കുന്നത്. അതായത് വ്യക്തിവിവരമോഷണം എന്നൊക്കെ പറയില്ലേ, ഓൺലൈനിലൂടെ നടക്കുന്ന ഒരു തരം വ്യക്തിവിവരമോഷണമാണ് എന്ത്? ഫിഷിംഗ് എന്നും പറയാം. ഓക്കെ. ഇതുപോലെയുള്ള വെബ് പേജ് നിർമ്മാണത്തെ എന്താ വിളിക്കുക? സ്പൂഫിംഗ് എന്ന് പറയും അല്ലേ. ഇത്തരം തെറ്റിദ്ധരിപ്പിക്കുന്ന വെബ് പേജ് നിർമ്മാണത്തെ അറിയപ്പെടുന്നത് എന്താണ്? സ്പൂഫിംഗ് എന്നാണ് കേട്ടോ. ഇതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത്. എന്താണ് എയിൽ കൊടുത്തിരിക്കുന്നത്? ഐഡൻറ്റിറ്റി തെഫ്റ്റ് അല്ലേ. ഐഡൻറ്റിറ്റി തെഫ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? മറ്റൊരു വ്യക്തിയുടെ ഇലക്ട്രോണിക് സിഗ്നേച്ചർ, പാസ്വേഡ് മുതലായ തിരിച്ചറിയൽ സവിശേഷതകൾ ഉപയോഗിച്ചുള്ള കുറ്റകൃത്യങ്ങളാണ് ഐഡൻറ്റിറ്റി തെഫ്റ്റ് എന്നറിയപ്പെടുന്നത്. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സൈബർ ടെററിസം. എന്താണ് സൈബർ ടെററിസം? ഇൻ്റർനെറ്റ് മുഖേന രാജ്യത്തിൻ്റെ ഐക്യം, അഖണ്ഡത, സുരക്ഷ, പരമാധികാരം എന്നിവയെ ബാധിക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന കുറ്റകൃത്യങ്ങളാണ് സൈബർ ടെററിസം. എന്താ സൈബർ ടെററിസം? ഇൻ്റർനെറ്റ് മുഖേന രാജ്യത്തിൻ്റെ ഐക്യം, അഖണ്ഡത, സുരക്ഷ, പരമാധികാരം എന്നിവയെ ബാധിക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന കുറ്റകൃത്യങ്ങളാണ് സൈബർ ടെററിസം എന്നറിയപ്പെടുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം.
ഒരു ഫ്ലാഷ് മെമ്മറി ഏത് കമ്പ്യൂട്ടർ മെമ്മറിയിൽ പെടുന്നു? ഓപ്ഷൻ എ ഇ പ്രോം ആണ് കേട്ടോ. ആൻസർ വരുന്നത് ഇ പ്രോം ആണ്. ഒരു ഫ്ലാഷ് മെമ്മറി ഏത് കമ്പ്യൂട്ടർ മെമ്മറിയിൽ പെടുന്നു എന്നതിന് ഉത്തരം എന്താണ്? ഇ പ്രോമിലാണ് കേട്ടോ. എന്താണ് ഇ പ്രോം? അതിൻ്റെ ഫുൾ ഫോം എന്താ? ഇ പ്രോമിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രിക്കലി ഇറേസിബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. എന്താ? ഇലക്ട്രിക്കലി ഇറേസിബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്നാണ് ഇ പ്രോമിൻ്റെ ഫുൾ ഫോം. ഓക്കെ, എന്താണത്? വൈദ്യുതി ഉപയോഗിച്ച് വീണ്ടും എഴുതാൻ കഴിയുന്ന മെമ്മറിയാണ് ഇ പ്രോം. എന്താ? വൈദ്യുതി ഉപയോഗിച്ച് വീണ്ടും എഴുതാൻ കഴിയുന്ന മെമ്മറിയാണ് ഇ പ്രോം. അതേ സമയത്ത് ഇ പ്രോം ഉണ്ട് കേട്ടോ, വെറും ഇ പ്രോം. അതെന്താണ്? അൾട്രാവയലറ്റ് റേഡിയേഷൻ ഉപയോഗിച്ച് വീണ്ടും എഴുതാൻ കഴിയുന്നതാണ് ഇ പ്രോം. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ഇ പ്രോം എന്താണ്? വൈദ്യുതി ഉപയോഗിച്ച് വീണ്ടും എഴുതാൻ കഴിയുന്ന മെമ്മറി. ഇ പ്രോം ആണെങ്കിൽ അൾട്രാവയലറ്റ് റേഡിയേഷൻ ഉപയോഗിച്ച് വീണ്ടും എഴുതപ്പെടാൻ കഴിയുന്നത് കേട്ടോ. ഇറേസിബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഒരു ഇയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. മറ്റേതിൽ എക്സ്ട്രാ ഇ വരുന്നത് ഇലക്ട്രിക്കലി എന്നാണ്. ബാക്കിയെല്ലാം ഒരേപോലെയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ പറയുന്നവയിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി സ്പ്രെഡ് ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ് കേട്ടോ. സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏതാണ്? സ്പ്രെഡ് ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ്. എന്താണ് ഈ സ്പ്രെഡ് ഷീറ്റ് സോഫ്റ്റ്വെയർ? ഒരു പട്ടികയുടെ രൂപത്തിൽ വരികളും നിരകളുമായി ക്രമീകരിച്ചിട്ടുള്ള ഒരു ഇലക്ട്രോണിക് ഡോക്യുമെൻ്റാണ് എന്ത്? സ്പ്രെഡ് ഷീറ്റ് കേട്ടോ. അടുത്തത് എന്താണെന്ന് നോക്കാം. വ്യത്യസ്ത പ്രോട്ടോക്കോളുകൾ ഉപയോഗിക്കുന്ന രണ്ട് കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് ഉപകരണം ഏതാണ്? ഓപ്ഷൻ ബി ഗേറ്റ്വേ. ഈ ഗേറ്റ്വേ കുറേ തവണ ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഇപ്പം തന്നെ നമ്മൾ കുറേ, അല്ലെങ്കിൽ ഓപ്ഷനകത്തും കാണാറുണ്ട് ഗേറ്റ്വേ, റൂട്ടർ, ബ്രിഡ്ജ്. ഇതെല്ലാം എന്താണ്? പക്ക ആക്കിയിട്ട് പോകണം കേട്ടോ. PSC ഇതെല്ലാം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് 5 മാർക്ക് ക്രാക്ക് ചെയ്യാൻ കഴിയുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി ഇതിനെക്കുറിച്ച് വിശദീകരിക്കണ്ടല്ലോ അല്ലേ, നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഗേറ്റ്വേയും ബ്രിഡ്ജും എല്ലാം. ഇതെന്താണെന്ന് നോക്കാം. ഒരു HTML പേജിൽ ഒരു ചിത്രം ചേർക്കാൻ ഉപയോഗിക്കുന്ന HTML ടാഗ് ഡാഷ് ആണ്. ഏതാണ്? ഓപ്ഷൻ എ IMG ടാഗ് ആണ് അല്ലേ. ഇമേജിങ് ടാഗ് എന്നൊക്കെ പറയാം അല്ലേ, IMG. നെക്സ്റ്റ് ഓപ്ഷൻ പിക്ക് ഉണ്ട്, അത് നോക്കല്ലേ കേട്ടോ. എന്താണ്? ഒരു HTML പേജിൽ ഒരു ചിത്രം ചേർക്കാൻ ഉപയോഗിക്കുന്ന HTML ടാഗാണ് IMG ടാഗ്. ഓപ്ഷൻ എ IMG ടാഗ്. ഓക്കെ, ഇവിടെ തന്നെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസേ നോക്കിയിട്ടുള്ളൂ. അതിനകത്ത് തന്നെ ഈ HTML പലതവണ ഓപ്ഷനായിട്ടോ ആൻസറായിട്ടോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആയിട്ടോ ഒക്കെ വരുന്നുണ്ട് അല്ലേ. എന്താണ് ഈ HTML കുറിച്ച് എന്തെങ്കിലും കുറച്ച് കാര്യം നോക്കാം അല്ലേ. വെബ് പേജുകളുടെ നിർമ്മാണത്തിന് വ്യാപകമായി ഉപയോഗിക്കുന്ന ഭാഷയാണ് എന്ത്? HTML. വെബ് പേജുകളുടെ നിർമ്മാണത്തിന് വ്യാപകമായി ഉപയോഗിക്കുന്ന ഭാഷയാണ് ഏത്? HTML. ഈ ഓരോ വെബ് പേജുകളും ഒരു HTML ഫയലായിട്ടാണ് സൂക്ഷിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെയാണ് HTML പ്രോഗ്രാം റൺ ചെയ്യാൻ ഉപയോഗിക്കുന്നത് വെബ് ബ്രൗസറുകളാണ് കേട്ടോ. വെബ് പേജുകൾ തയ്യാറാക്കുന്നതിനുള്ള പ്രധാന ഭാഷയാണ് ഏത്? HTML. ഓക്കെ, നെക്സ്റ്റിലേക്ക് പോകാം. ഇന്ത്യയിൽ ഇൻഫർമേഷൻ ടെക്നോളജി നിയമം നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ ഡി 2000. ഇന്ത്യയിൽ ഇൻഫർമേഷൻ ടെക്നോളജി നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? 2000-ലാണ് കേട്ടോ. ക്വസ്റ്റ്യൻ: ഏറ്റവും കൂടുതൽ ഡാറ്റ സൂക്ഷിക്കാൻ പറ്റിയ ഓപ്റ്റിക്കൽ സ്റ്റോറേജ് ഉപകരണം ഏതാണ്? ഓപ്ഷൻ ബി ബ്ലൂ റേ DVD ആണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ഡാറ്റ സൂക്ഷിക്കാൻ പറ്റിയ ഓപ്റ്റിക്കൽ സ്റ്റോറേജ് ഉപകരണമാണ് ബ്ലൂ റേ DVD. ഓക്കെ, നെക്സ്റ്റ്: ചിത്രങ്ങൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഏതാ? ഓപ്ഷൻ സി ജിംബ് ആണ് കേട്ടോ. ചിത്രങ്ങൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ് ജിംബ്. നെക്സ്റ്റ്: സഫാരി ഏത് വിഭാഗത്തിൽ പെടുന്ന സോഫ്റ്റ്വെയർ ആണ്? ഓപ്ഷൻ ഡി ബ്രൗസർ. സഫാരി ഏത് വിഭാഗത്തിൽ പെടുന്ന സോഫ്റ്റ്വെയർ ആണ്? ഏതിലാണ്? ഓപ്ഷൻ ഡി ബ്രൗസറിലാണ് അല്ലേ. നമുക്കറിയാം അല്ലേ, ഏറ്റവും വേഗതയേറിയ വെബ് ബ്രൗസറാണ് സഫാരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: താഴെ പറയുന്നവയിൽ നെറ്റ്വർക്ക് ആക്രമണത്തെ തടയാൻ ഉപയോഗിക്കാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. കമ്പ്യൂട്ടർ ഇടയ്ക്കിടയ്ക്ക് ഡീഫ്രാഗ്മെൻറ്റ് ചെയ്യുക.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ വരുന്ന തെറ്റിനെ പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി ബഗ്സ് ആണ് കേട്ടോ. കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ വരുന്ന തെറ്റിനെ പറയുന്നത് എന്താണ്? ബഗ്സ് എന്നാണ്. ഈ തെറ്റുകളെ നീക്കം ചെയ്യുന്ന പ്രക്രിയ എന്താ പറയുക? ഡീബഗ്ഗിങ് എന്നാണ് കേട്ടോ. അതായത് കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളിൽ വരുന്ന തെറ്റുകളെ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് എന്ത് പറയുന്നത്? ഡീബഗ്ഗിങ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഏറ്റവും വേഗമേറിയ മെമ്മറി ഏതാണ്? ഓപ്ഷൻ സി മെമ്മറി രജിസ്റ്റർ ആണ് കേട്ടോ. കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഏറ്റവും വേഗമേറിയ അല്ലെങ്കിൽ വേഗതയേറിയ മെമ്മറി ഏതാണ്? മെമ്മറി രജിസ്റ്റർ ആണ് കേട്ടോ. ഇപ്പോൾ മെമ്മറിയെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശദീകരണമൊന്നും വേണ്ട. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴെ പറയുന്നവയിൽ ഏതാണ് കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ ഇൻപുട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം? ഓപ്ഷൻ ഡി ബയോമെട്രിക് സെൻസർ ആണ് കേട്ടോ. താഴെ പറയുന്നവയിൽ ഏതാണ് കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ ഇൻപുട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ബയോമെട്രിക് സെൻസർ. വിക്കീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതിനകത്ത് ആൻസർ ഇല്ല. ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് കേട്ടോ. നെക്സ്റ്റിലേക്ക് പോകാം. അറിയപ്പെടുന്ന ഒരു സെർച്ച് എഞ്ചിനാണ് ഏത്? ഓപ്ഷൻ ഡി ബിങ് ആണ് കേട്ടോ. അറിയപ്പെടുന്ന ഒരു സെർച്ച് എഞ്ചിനാണ് ബിങ്. നെക്സ്റ്റ്, ഒരു നെറ്റ്വർക്കിലുള്ള ഉപകരണങ്ങളുടെ അകലത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും ചെറിയ നെറ്റ്വർക്കിനെ പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ ഡി പാൻ ആണ് കേട്ടോ. PAN പാൻ. ഒരു നെറ്റ്വർക്കിലുള്ള ഉപകരണങ്ങളുടെ അകലത്തിൻ്റെ അല്ലെങ്കിൽ അകലത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും ചെറിയ നെറ്റ്വർക്കിനെ പറയുന്ന പേരാണ് പാൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ടറിൻ്റെ CPU-യിലെ താൽക്കാലിക ദ്രുതവേഗ സംഭരണ സ്ഥലം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഓപ്ഷൻ ബി രജിസ്റ്റർ എന്ന പേരിലാണ് കേട്ടോ. കമ്പ്യൂട്ടറിൻ്റെ CPU-യിലെ താൽക്കാലിക ദ്രുതവേഗത സംഭരണ സ്ഥലം അറിയപ്പെടുന്നത് എന്താണ്? രജിസ്റ്റർ എന്ന പേരിലാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഡിവൈസ്? ഇൻപുട്ട് ഡിവൈസ് ഏതാണ്? OMR ആണ് ഇൻപുട്ട് ഡിവൈസിന് ഉദാഹരണം. പ്രധാന ഇൻപുട്ട് ഉപകരണങ്ങളാണ് കീബോർഡ്, മൗസ്, സ്കാനർ, ജോയ്സ്റ്റിക്ക്, ലൈറ്റ് പെൻ, മൈക്രോഫോൺ, OMR, ബയോമെട്രിക് സെൻസർ. ഇതെല്ലാം എന്താണ്? ഇൻപുട്ട് ഉപകരണങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. പ്രധാന ഔട്ട്പുട്ട് ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? മോണിറ്റർ, പ്രിൻ്റർ, പ്ലോട്ടർ, സ്പീക്കർ. ഇതെല്ലാം എന്താണ്? ഔട്ട്പുട്ട് ഉപകരണങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഓക്കെ. ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറിലെ ഹാർഡ്വെയർ ഘടകം പരിഗണിക്കാതെ ഡാറ്റയുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന വയർലെസ് ടോപ്പോളജി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. NIC ആണ് കേട്ടോ. ഒരു നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറിലെ ഹാർഡ്വെയർ ഘടകം പരിഗണിക്കാതെ ഡാറ്റയുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന വയർലെസ് ടോപ്പോളജിയാണ് NIC. നെക്സ്റ്റ്, ഒരു പ്രോഗ്രാം സമർപ്പിക്കുന്നതിനും അത് പൂർത്തിയാക്കുന്നതിനും CPU എടുക്കുന്ന സമയം എന്താണ്? CPU എടുക്കുന്ന സമയം. ഒരു പ്രോഗ്രാം സമർപ്പിക്കുന്നതിനും അത് പൂർത്തിയാക്കുന്നതിനും CPU എടുക്കുന്ന സമയത്തെ എന്താ പറയുക? ഓപ്ഷൻ ഡി ടേൺ എറൗണ്ട് സമയം. എന്താ? ടേൺ എറൗണ്ട് സമയം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴെ പറയുന്നവയിൽ ഏത് HTML ടാഗാണ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ ബി സെലക്ട് ടാഗ് ആണ് കേട്ടോ. താഴെ പറയുന്നവയിൽ ഏത് HTML ടാഗാണ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ ബി സെലക്ട് ടാഗ് ആണ്. അപ്പോൾ നമ്മുടെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ് തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് വിചാരിക്കുന്നു. വീണ്ടും ഇതുപോലെയുള്ള ക്ലാസ്സുകൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ വിത്ത് റിലേറ്റഡ് ഫാക്ട്സുമായിട്ട് മറ്റ് സബ്ജക്റ്റുമായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെയോ ഷെയർ ചെയ്യാൻ പറ്റിയ ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ക്ലാസ് ആദ്യമായിട്ട് കാണുകയോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.